ഇപ്രകാരം അലറി വിളിക്കുന്നത് ആരാണ്? അലറി വിളിക്കുന്നതെന്ന് നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെല്ലാം ഇത്ര വേഗം ഭേദമായതെങ്ങനെ? ആ പക്ഷി എന്തു പറഞ്ഞിട്ടാ പോയത്? രാക്ഷസ റാണി സിംഹാസനമേറി. എത്ര ജീവനുകളാണ് എടുത്തത്. അതുപോലെ രാജാവിന്റെ ശരീരം ശിലയായി മാറി. രൂപവതി, നീ കൊട്ടാരത്തിലേക്ക് പോകരുത്. അവിടെ പോയാൽ നിന്റെ മൃത്യു സംഭവിക്കും. അപ്പോൾ നീ എങ്ങനെ പ്രതികാരം ചെയ്യും? അതിനർത്ഥം നമ്മുടെ പിതാശ്രീക്കും നമ്മുടെ കുടുംബത്തിനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട രൂപനഗരത്തിനും വേണ്ടി നാം ജീവിച്ചിരിക്കണമെന്നോ? ജോഡിലാ, ജോഡിലാ, നാം നിന്റെ അന്ത്യം കുറിച്ച് ഈ മണ്ണോട് ചേർക്കുന്നതാണ്. ഇനി അതിനു മുൻപ് ഒരിക്കലും നമുക്ക് യാതൊരു വിശ്രമവും ഉണ്ടാകുന്നതല്ല. രൂപനഗരത്തിന്റെ രാജകുമാരി രൂപവതി ഈ പ്രതിജ്ഞ എടുക്കുകയാണ്. ഈ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇതെന്താ? ഇതെന്ത് ശബ്ദമാണ് നാം ഈ കേൾക്കുന്നത്? എന്തോ ഭീകരമായ വസ്തു നമ്മുടെ നേർക്ക് വരികയാണെന്ന് തോന്നുന്നു. എന്നാൽ അതെന്തായിരിക്കും? എന്തു പറ്റി രാക്ഷസറാണി? എന്തു പറ്റി രാക്ഷസറാണി? രാക്ഷസറാണി, രാക്ഷസറാണി, അവിടെ നിന്ന് ശാന്തമായാലും. രാക്ഷസറാണി, എന്തിനാണ് നമ്മുടെ കഴുത്തിൽ വെച്ചിരിക്കുന്നത്? നാം ഒന്നും ചെയ്തിട്ടില്ല. ആരാണ് അലറി വിളിച്ചത്? പറയൂ, ആരാണ് അലറി വിളിച്ചതെന്ന്? തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആരും ശബ്ദിച്ചിട്ടില്ല. പറയൂ, നിങ്ങളിൽ ആരാണ് ഇപ്പോൾ അലറി വിളിച്ചത്? പറ. രാക്ഷസറാണി, അവിടുന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടുന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആരാണിവിടെ? നിങ്ങൾ ആരുമല്ലാതെ നമ്മുടെ സമീപത്ത് ഇപ്പോൾ ആരാണുള്ളത്? ആരും തന്നെ ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ യാതൊരു ശബ്ദവും കേട്ടില്ല. അസത്യം പറയുകയാണ്, അസത്യം പറയുകയാണ്, അസത്യം പറയുകയാണ്. അല്ല രാക്ഷസറാണി, ഞങ്ങൾ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ല. രാക്ഷസറാണി ഞങ്ങളെ വിശ്വസിച്ചാലും സത്യമാണ് പറയുന്നത്. ഞങ്ങൾ യാതൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ ഇരുവരും ഇതുവരെ യാതൊരു ശബ്ദവും കേട്ടില്ല? ഇല്ലേ? നിങ്ങൾക്കിപ്പോഴും സമയമുണ്ട്. സത്യം സത്യമായിട്ട് പറ. രാക്ഷസറാണി ജോഡിലയുടെ മുമ്പിൽ അസത്യം പറയരുത്. അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങൾ ഇരുവരും നിശബ്ദരായി തീരുന്നതാണ്. നാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പറയൂ. നാം ഒരിക്കലും ഇത്ര വലിയ പിഴവ് ചെയ്യില്ല. ഇവിടെ ആർക്കാണ് അത്രയ്ക്ക് ധൈര്യമുള്ളത്? എന്റെ കാതിൽ അത്രയും ഉച്ചത്തിൽ അലറി വിളിക്കാൻ മാത്രം ധൈര്യം ആർക്കാണ് ഇവിടെ ഉള്ളതെന്ന്? രാക്ഷസറാണി, നാം വാക്ക് നൽകുകയാണ്. ശബ്ദമുണ്ടാക്കിയത് ആരാണെന്നും എന്തിനാണെന്നും നാം കണ്ടുപിടിക്കും. ദയ കാട്ടിയാലും ദയവ് ചെയ്ത വില പിടിച്ച വസ്തു തിരികെ തന്നാലും. ആദ്യം നിങ്ങളത് കണ്ടുപിടിക്കൂ. ഇത്രയും ധൈര്യം ആർക്കാണ് ഉണ്ടാവുക? ആരാണ് അലറി വിളിച്ചതെന്ന് അത് നാം സ്വയം കണ്ടുപിടിക്കും. ഇനിയും എത്ര നാൾ കൂടി നാം കാത്തിരിക്കേണ്ടി വരും? ഇനിയും നമുക്കതിന് സാധിക്കില്ല. അല്പം പോലും നമുക്കതിന് സാധിക്കില്ല.
നാം ഇതെവിടെയാണ്? ഇന്നലെ രാത്രിയിൽ നമുക്ക് ഓർമ്മ വന്നിരിക്കുന്നു. വളരെ വലിയൊരു മത്തങ്ങ നമ്മുടെ നേരെ ഉരുണ്ടു വന്ന് നമ്മെ വിഴുങ്ങി അതിന്റെ വയറ്റിലെത്തിച്ചു. എന്നാൽ അതിനുശേഷം അത് വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരുന്നു. പിന്നീട് നമുക്ക് യാതൊന്നും ഓർമ്മയില്ല. ഇതെന്താ ഇത്? നാം മത്തങ്ങയ്ക്കുള്ളിലാണോ പുറത്താണോ ഉള്ളത്? എന്താ ഇത്? ഇതെന്താ ഇത്? നാം ഈ അത്ഭുത മത്തങ്ങയ്ക്കുള്ളിൽ പെട്ടുപോയോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. നാം ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ത് വിചിത്രമായ സ്ഥലമാണ്. നാം ഉള്ളിലാണ്, എന്നാൽ നമുക്ക് പുറത്തുള്ള കാഴ്ചകളും കാണാൻ കഴിയുന്നു. ആരെങ്കിലും ഉണ്ടോ? നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിക്കൂ. ആരെങ്കിലും ഉണ്ടോ? മത്തങ്ങ, നീ ഇപ്പോഴെന്താണ് കൊണ്ടുവന്നത്? ഇതൊരു മനുഷ്യനാണെന്ന് തോന്നുന്നല്ലോ. അതെ, നാം മനുഷ്യരാണ്. ദയ കാട്ടിയാലും നമ്മെ ഇവിടെ നിന്ന് പുറത്തെത്തിച്ചാലും നാം ഇവിടെ പെട്ടുപോയതാണ്. നമ്മെ ഇവിടെ നിന്ന് പുറത്തിറക്കും. വലിയ ബുദ്ധിമുട്ടായല്ലോ. രാത്രിയില് വയറ് നിറച്ച് പച്ചക്കറി കൊണ്ടാണല്ലോ വരുന്നത്. ഇന്നൊരു മനുഷ്യനെ കൂട്ടിക്കൊണ്ടുവന്നോ? അത് മാത്രമല്ല, ഒരു ജീവനുള്ള മനുഷ്യൻ. ഇതറിഞ്ഞ കുങ്കിനി മുത്തശ്ശി നമ്മളെ കൊന്നുകളയും. അല്ല, നോക്ക്, ഈ പാവം പെൺകുട്ടി എത്ര നിഷ്കളങ്കയാണ്. വല്ലാതെ ഭയന്നെന്ന് തോന്നുന്നു.